ചിന്നക്കനാലിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിച്ചുവെന്ന ആരോപണത്തിൽ വിശദീകരണം നൽകുവാൻ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഒക്ടോബർ 1 കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ചിന്നക്കനാൽ പഞ്ചായത്ത് നൽകിയ 55 സ്റ്റോപ്പ് ബോംബുകളിൽ നിലവിലെ അവസ്ഥ എന്താണെന്ന് അറിയിക്കുവാൻ ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂന്നാർ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. പഞ്ചായത്ത് സെക്രട്ടറി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകുന്നത് ഹർജിക്കാർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി. അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. നിർമ്മാണ വിലക്കുള്ള മേഖലയിലെ കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയത് കോടതി അലക്ഷ്യമാണെന്ന് ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ചിന്നക്കനാലിൽ അനധികൃത കെട്ടിടങ്ങൾക്ക് ലൈസൻസ് നൽകിയ വിഷയത്തിൽ ഇതിനോടകം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതായി സർക്കാർ അറിയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കൽ നിന്നും ഫയൽ പിടിച്ചെടുത്തു. പഞ്ചായത്തും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മെയ്യിൽ വിരമിക്കും. അനധികൃത കെട്ടിടമെന്ന് കാട്ടി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന കെട്ടിടങ്ങൾക്കും നമ്പർ ഇട്ട് നൽകിയെന്നാണ് ആക്ഷേപം. ചിന്നക്കനാൽ പഞ്ചായത്തിൽ നൽകിയ 55 സ്റ്റോപ്പ് മെമ്മോകളിൽ നിലവിലെ അവസ്ഥ എന്താണെന്ന് അറിയിക്കാൻ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.